കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് മാങ്ങാച്ചാറിൻ്റെ ഇവിടെ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയിലായിട്ടോ കടുക് വറുക്കുന്നത്. നമുക്ക് മാങ്ങാച്ചാർ അധികം നാൾ കേടുകൂടാതിരിക്കാനായിട്ട് നല്ലെണ്ണ നല്ലതായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങയ്ക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവയും കടുകും കൂടെ പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എണ്ണയ്ക്ക് ചൂടാനായിട്ടാണ് മുളക് പൊടി ഇടുന്നത്. അപ്പോൾ നമുക്ക് പൊടികൾ കരിയാതിരിക്കാനായിട്ട് ഞാൻ അടുപ്പ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തീ കുറച്ച് വെച്ചിട്ടാൽ അങ്ങനെ ചെയ്യാം. അതിലേക്ക് വിനീഗർ കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് അടുപ്പ് ഓൺ ചെയ്തിട്ട് തീ നല്ല കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മസാലയൊക്കെ അരപ്പുകളൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ട് 2 ദിവസം കൊണ്ടാണ് അച്ചാറൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങാച്ചാറായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ.